ശനിയാഴ്ച മേടിച്ചുകൊണ്ട് വന്ന ബീഫിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ പാതിരാത്രി എടുത്ത് നുറുക്കി പെറുക്കി എടുത്തു. ബീഫ് അച്ചാർ ഇടാമെന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയ പണിയാണ് കേട്ടോ. ബീഫ് അച്ചാർ ഇട്ടു, അത് വേറെ കാര്യം. പിന്നെ അങ്ങനെ കഴുകിയെടുത്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ തിരുമ്മി കുക്കറിനകത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തു. ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല ഈ വെള്ളം എല്ലാം കൂടെ വരുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ അതിനെ വറ്റിച്ച് പെറുക്കി എടുത്തു കേട്ടോ. പിള്ളേർക്ക് ഇങ്ങനെ രാവിലെ സ്കൂളിലേക്ക് കറി കൊണ്ടുപോകാമല്ലോ എന്ന ഉദ്ദേശത്തിലാണ്. രാവിലെ എഴുന്നേറ്റ് ധൃതി പിടിച്ച് ഇങ്ങനെ കറി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഈ 2-3 കഷ്ണം കൊടുത്ത് വിടുകയാണെങ്കിൽ അവരുടെ കാര്യം തീരുമാനമായല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഉദ്യമത്തിന് കഷ്ടപ്പെടുന്നത്. അങ്ങനെ വെന്ത് വന്നപ്പോഴത്തേക്കും ഞാനിത് അതിനെ വറുത്തെടുക്കുവാണേ. വറുത്തെടുത്തപ്പോൾ തന്നെ പിള്ളേർ വന്ന് കൈയിട്ട് വാരി തിന്നു. കുറച്ചതങ്ങനെ തീർന്നു. പിന്നെ ഞാനും കൂടെ കഴിച്ചു. പിള്ളേരെ കുറ്റം പറയാൻ പറ്റില്ല, അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കരിമുര എന്നാൽ അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ വറുത്തെടുത്തു. അത് കഴിഞ്ഞ് അതേ എണ്ണയിലേക്ക്, എണ്ണയൊന്നും മാറ്റുന്നതില്ല, എണ്ണയ്ക്കൊക്കെ ഇപ്പോൾ എന്താ ഒരു വില. അതേ എണ്ണയിലോട്ട് ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് നമ്മൾ സാധാരണ അച്ചാർ പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ട് മീറ്റ് മസാലയും കുരുമുളക് പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കൂടിയിട്ട് ഞാൻ അങ്ങനെ വഴിച്ച് പെറുക്കിയെടുത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കേട്ടോ. അങ്ങനെ അച്ചാറിന് ബീഫും തട്ടി അച്ചാറൊക്കെ സെറ്റായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പുളി കുറവ് തോന്നി. വിനാഗിരി കുറേ ഒഴിക്കുന്ന അത്ര നല്ലതല്ലോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു. അപ്പോഴത്തേക്കും അടിപൊളി സെറ്റായി. ഞാൻ പോയി കുറച്ച് നേരം പോയി കിടന്നപ്പോഴത്തേക്കും പാത്രം കാലിയായി. എല്ലാവരും ബീഫ് കറിയാണെന്ന് വിചാരിച്ച് വാരി വാരി കഴിച്ചു. പിന്നെ ആകെ ഒരു കുഞ്ഞ് പാത്രത്തിൽ എടുത്ത് വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ 2 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ, ഒരാഴ്ചത്തേക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബീഫ് അച്ചാർ ഇട്ടിട്ട്.